കഴിക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം മായം ചേർക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, വിശ്വസിച്ച് ഒരു പച്ചക്കറിയോ പഴവർഗ്ഗമോ മീനോ, എന്തിനേറെ പറയുന്നു, മലയാളികൾ ദിവസവും കഴിക്കുന്ന അരി പോലും വാങ്ങിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. ഇത്തരത്തിൽ മായം ചേർത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സാമൂഹിക പ്രതിബദ്ധതയായിക്കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത രണ്ട് ചെറുപ്പക്കാരുടെ കഥ. അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 12 വർഷങ്ങൾക്ക് മുൻപാണ് കൊല്ലം സ്വദേശികളായ ഷാനവാസും താരിഖും ഇത്തരത്തിലൊരു ബിസിനസ് തുടങ്ങുന്നത്. ഹൈറാസ് കോക്കനട്ട് ഓയിൽ എന്ന പേരിൽ 100% കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള വെളിച്ചെണ്ണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. നമുക്കറിയാം, മലയാളികളുടെ ഭക്ഷണ രീതിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് വെളിച്ചെണ്ണ. എന്നാൽ ഈ വെളിച്ചെണ്ണയിൽ മായം ചേർത്തിട്ടാണ് പലപ്പോഴും നമുക്ക് കിട്ടുന്നത്. വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന മായത്തിന്റെ അളവ് എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന അത്രയും കൂടുതലാണ്. ഇങ്ങനെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടി വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക പ്രശ്നമായി തന്നെ മാറിയിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ചെറുപ്പക്കാരുടെ വീട്ടിലും എത്തിയപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിക്കൂടാ എന്നുള്ള ആശയം ഇവരിലേക്ക് ഉദിക്കുന്നത്. മാർക്കറ്റിൽ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കൂടുതൽ മായം ചേർത്തിട്ടുള്ള ഒന്ന് തന്നെയാണ് വെളിച്ചെണ്ണ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മായത്തിന്റെ അളവ് ശരിക്കും നമുക്ക് പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഇങ്ങനെയുള്ള കെമിക്കൽസിന്റെ ഉപയോഗം കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി നശിച്ചു പോകും. അങ്ങനെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹൈറാസ് കോക്കനട്ട് ഓയിൽ തുടങ്ങുമ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മായമില്ലാത്ത ഭക്ഷണം ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ളതായിരുന്നു. വെളിച്ചെണ്ണയിൽ തുടങ്ങിയ ബിസിനസ് പല ഉൽപ്പന്നങ്ങളിലേക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, പല രാജ്യങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു തുടക്കമായിട്ടാണ് 2025 ഹൈറാസ് ഖത്തറിലും ബഹ്റിനിലും അവരുടെ സെയിൽസ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം വെളിച്ചെണ്ണയ്ക്ക് അപ്പുറം മറ്റ് പ്രോഡക്ട്സും അവർ മാർക്കറ്റിലേക്ക് വിൽക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലം തുടക്കത്തിൽ തന്നെ ഹൈറാസ് അവരുടെ ബിരിയാണി റൈസ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഇതുകൂടാതെ മലയാളികൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, അതായത് 41 സ്പൈസസ്, മസാലകൾ, അരി ഉൽപ്പന്നങ്ങൾ, കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ഹെൽത്ത് മിക്സുകൾ, ഇതൊക്കെ 100% കെമിക്കൽ ഫ്രീ ആയി ഉടൻ തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ് ഹൈറാസ്. താരിഖിന്റെയും ഷാനവാസിന്റെയും വേറിട്ട ഒരു ചിന്ത തന്നെയാണ് ഇത്തരത്തിൽ 100% കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് സമൂഹത്തിലേക്ക് ഇറക്കാൻ കാരണം. അത് ശരിക്കും ലോകത്തിലെ തന്നെ ഭക്ഷണ രീതിയിൽ വലിയൊരു ചരിത്രമാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നറിയാൻ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ ലേബിളിൽ ലാബ് റിസൾട്ടിന്റെ QR കോഡ് വെക്കുക എന്നുള്ളൊരു പുതിയ ആശയം കൂടി സമൂഹത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഹൈറാസ്. നാട്ടിൽ നിന്ന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന കൊപ്ര ചക്കിലാട്ടി തനതു രീതിയിൽ അതിന്റെ ഗുണവും മണവും രുചിയും ഒന്നും തന്നെ നഷ്ടപ്പെടാതെ UAE മാനുഫാക്ചറേഴ്സ് തന്നെ നേരിട്ടെത്തിക്കുന്ന വെളിച്ചെണ്ണയാണ് ഹൈറാസിൻ്റെത്. ഹൈറാസിന്റെ വെളിച്ചെണ്ണയിൽ 1% പോലും മായം ചേർന്നിട്ടില്ല എന്ന 100% കോൺഫിഡൻസിലാണ് ഷാനവാസും താരിഖും. ആ ഒരു കോൺഫിഡൻസിന്റെ ലെവൽ എത്രത്തോളമാണെന്ന് ഹൈറാസിന്റെ പരസ്യത്തിലുള്ള ടാഗ് ലൈനും കാണിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ 1% മായമുണ്ടെന്ന് തെളിയിച്ചാൽ അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന തുക 1 കോടി രൂപയാണ്. കസ്റ്റമേഴ്സിന്റെ അറിവിലേക്കായിട്ട് UAE ക്വാളിറ്റി ഡ്രഗ് ടെസ്റ്റ് റിസൾട്ടുകളും ഹൈറാസ് പബ്ലിഷ് ചെയ്തു. പ്രൊഡക്റ്റിന്റെ ബോട്ടിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് ഓരോ കസ്റ്റമേഴ്സിനും കിട്ടുന്നതായിരിക്കും. ഇത് മാത്രമല്ല, മറ്റൊരു പ്രമുഖ ബ്രാൻഡിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു അവകാശവാദം കൂടി ഹൈറാസ് ഉന്നയിക്കുന്നുണ്ട്. അതായത്, നമ്മൾ ജനിച്ചു വീണപ്പോൾ കുടിച്ച മുലപ്പാലിന് സമമാണ് ഈ വെളിച്ചെണ്ണ എന്നാണ് ഹൈറാസ് പറയുന്നത്. എമിറേറ്റ്സ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ സെന്ററിന്റെ ക്രൈറ്റീരിയ പ്രകാരം അപ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റ് അനുസരിച്ച് മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പോഷക സമ്പുഷ്ടമായ സോഡിയം മോണോലോറിക് ആസിഡ് ഏറ്റവും ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ലോകത്തിലെ ഒരേയൊരു വെളിച്ചെണ്ണയാണ് ഹൈറാസ്. ഇതൊക്കെ കൊണ്ട് തന്നെ 2024 UAE ഏറ്റവും കൂടുതൽ ഓൺലൈൻ സെയിൽസ് നടന്നിട്ടുള്ള വെളിച്ചെണ്ണ എന്നുള്ള ഒരു റെക്കോർഡും കൂടി ഹൈറാസിന് ലഭിച്ചിട്ടുണ്ട്. 2025 ഹൈറാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോക മലയാളികളുള്ള എല്ലാ സ്ഥലത്തും ഹൈറാസിന്റെ ഉൽപ്പന്നങ്ങൾ വ്യാപിപ്പിക്കാനും മായം ചേർക്കാത്ത ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളതും കൂടിയാണ്. 0% മായം ചേർത്തിട്ടുള്ള ഒരു സൊസൈറ്റി. ഇതാണ് ഹൈറാസ് തുടങ്ങുമ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവരെടുക്കുന്ന എഫേർട്ട് ശരിക്കും അപ്രീഷിയബിൾ അല്ലേ? വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. Like, subscribe and press bell button. Stay tuned for more videos.